NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ ഫ്ലെക്സുകൾ നിരക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കട്ടപ്പയുമായി താരതമ്യം ചെയ്താണ് സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. കട്ടപ്പ അറിയാമല്ലോ, ഈ പുറകിൽ നിന്ന് കുത്തുന്നതാണ്. അങ്ങനെ ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തജനങ്ങളെ പുറകിൽ നിന്ന് കുത്തിയ വ്യക്തിയായി സുകുമാരൻ നായർ മാറിയിരിക്കുകയാണ്. ആ താരതമ്യം എന്തായാലും കൊള്ളാം. ബാഹുബലി സിനിമയിലെ കഥാപാത്രം അല്ലേ? അതെ, കട്ടപ്പ. അപ്പം സുകുമാരൻ നായർ മുഴുവൻ നായന്മാരെയും പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. സുകുമാരൻ നായർക്ക് വേറെ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയിരിക്കുന്ന പത്തനംതിട്ടയിൽ നിന്നാണ്. അവരുടെ പെരുന്നയുടെ ആസ്ഥാനത്ത് നിന്ന് കുറച്ച് മാറി അവിടങ്ങളിലൊക്കെ നായർമാർ കൂടുതലുള്ള ഇടമാണ്. പത്തനംതിട്ട ആയാലും അടൂര് ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ. അപ്പം അവിടെ നിന്ന് തുടങ്ങിയതേ ഉള്ളൂ. കേരളത്തിൽ എത്ര കരയോഗം ശബരിമല പ്രക്ഷോഭം തുടങ്ങുന്നതും അതെ പത്തനംതിട്ട ജില്ലയിലാണല്ലോ ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു മറ്റ് കരയോഗക്കാരും ഒക്കെ ആലോചിച്ച് കണ്ടു ചെയ്തതായിരിക്കും. അവിടുന്ന് അങ്ങ് തുടങ്ങിക്കൊള്ളട്ടെ. അയ്യപ്പൻ്റെ കളിക്കാൻ ചെന്നവരല്ലേ ഇവരെ, അവിടുന്ന് തന്നെ ആകാം. അപ്പോൾ പിണറായിക്ക് കിട്ടിയതുപോലെ സുകുമാരൻ നായർക്കും കിട്ടാൻ പോവുകയാണെന്നർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കേരളത്തിൽ ഇനി എത്ര കരയോഗങ്ങളുണ്ട്, ആ കരയോഗക്കാരുടെ എവിടെല്ലാം തന്നെ ഇതുപോലെ ഫ്ലെക്സ് വരും. ഇപ്പം പിണറായി വിജയന് അല്ലെങ്കിൽ LDFന് പിന്തുണ കൊടുത്തു, ശരി, അത് ഒരു സമുദായത്തിൻ്റെ നിലപാടാണ്, ആയിക്കൊള്ളട്ടെ. പക്ഷേ അവിടെ ഒരു ജനാധിപത്യ മര്യാദ ഇദ്ദേഹം പാലിച്ചില്ല. അതിനൊരു പ്രത്യേക ബോർഡുണ്ട്. ആ കമ്മിറ്റികളൊക്കെ കൂടിയതിന് ശേഷം വേണമല്ലോ ഇവർ സമദൂരമാണോ ശരിദൂരമാണോ എന്നൊക്കെ തീർച്ചപ്പെടുത്താൻ. ഇപ്പം നോക്കിയാൽ PD സതീശൻ പറഞ്ഞു തിണ്ണ നിരങ്ങാൻ ഒരു സമുദായ നേതാക്കളുടെയും തിണ്ണ നിരങ്ങാനൊന്നും വരില്ല എന്നൊക്കെ പറയുകയുണ്ടായി അല്ലേ? അപ്പം ഇതൊക്കെ പിണറായി വിജയൻ വളരെ തന്ത്രപൂർവ്വം. അല്ല, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പ്രഖ്യാപനത്തോടു കൂടി തന്നെ, ഈ സുകുമാരൻ നായരുടെ പ്രഖ്യാപനത്തോടു കൂടി തന്നെ പക്ഷേ ഈ കരയോഗത്തിൽ അംഗങ്ങൾ ഇതിനെതിരായി മാറുകയാണ് അല്ലേ? കരയോഗം മുഴുവൻ ഇതങ്ങ് തിരിയുകയാണ്. അവിടെ പിണറായിയുടെ പുറകെ പോകാൻ സൗകര്യമില്ല. കാരണം ഈഴവ സമുദായത്തിൽ മാത്രമല്ല വോട്ട് മാറിപ്പോയത്, നായർ സമുദായത്തിൽ നിന്നും വോട്ട് മാറി. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ശബരിമല യുവതീ പ്രവേശ വിഷയം വന്നപ്പോൾ ചങ്ങനാശ്ശേരിയിലും പന്തളത്തും തിരുവല്ല പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായ നാമജപ ഘോഷയാത്ര എന്ന് പറയുന്നത് അവിടെ ആ പ്രദേശങ്ങളിലുള്ള നായർ സ്ത്രീകളാണ് രംഗത്തിറങ്ങിയത്. അപ്പോൾ അവർ നടത്തിയ ആ ഒരു വലിയ പ്രക്ഷോഭം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് എതിരായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെതിരെയാണ് പിണറായി വിജയനും സർക്കാരിനുമെതിരെ സമരം ചെയ്തത്. എന്നിട്ട് ആ പിണറായി വിജയനും സർക്കാരിനുമാണ് ഇനി വരാൻ പോകുന്ന തരത്തിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നത് എന്താണ്? സുകുമാരൻ നായർ ഇന്നത്തെ ഈ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്, നിലപാട് മാറ്റിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിലപാട് ഞങ്ങൾ മാറ്റിയിട്ടില്ല, നിലപാട് മാറ്റിയത് LDF സർക്കാരാണ്. അതായത് ശബരിമലയിൽ ഞങ്ങൾ വിശ്വാസികളാണ്, വിശ്വാസികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു, ആചാര ലംഘനം ഞങ്ങൾ നടത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ VN വാസവന് സുകുമാരൻ നായരുടെ അടുക്ക പോയി അവിടെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് നമ്മൾ തെറ്റുപറ്റി പോയിട്ടുണ്ട്, അതെല്ലാം തിരുത്തി മുമ്പോട്ട് പോവുകയാണ്. ശബരിമല അയ്യപ്പ സംഗമം അതിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു. അപ്പം പിണറായി വിജയനും അയ്യപ്പ വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ ഏറ്റുവാങ്ങി, ഞങ്ങളും എല്ലാവരും ഏറ്റുവാങ്ങി. അയ്യപ്പ കീർത്തനത്തിലെ വരികൾ പോലും പിണറായി വിജയൻ പ്രസംഗത്തിൽ പരാമർശിച്ചു, ശബരിമലയുടെ മഹത്വത്തെക്കുറിച്ച് പ്രശംസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സർക്കാരാണ് നിലപാട് മാറ്റിയതെന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ നടന്ന സർക്കാരിൻ്റെ ഈ അയ്യപ്പ സംഗമവും പിണറായിയുടെ പ്രസംഗം അടിമുടി കേരളത്തിൽ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാതെ കപടഭക്തിയാണ്. ഒരാളുടെ യഥാർത്ഥ ഭക്തിയും കപടഭക്തിയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ കപടഭക്തിയാണ് പമ്പയിൽ
നടന്നത്. അല്ല, അതോടൊപ്പം തന്നെ പലരും പറയുന്നത് ഈ മന്ത്രിസഭയിൽ പോലും വലിയ പരിഗണന ഈ നായർ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. അതും ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റം വരുത്തി, അങ്ങനെ ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ സുകുമാരൻ നായരുടെ ഈ തീരുമാനത്തെ പലരും സ്വീകരിക്കുന്നത്. അല്ലെ, സുകുമാരൻ നായർക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് ഇതിന് പിന്നിൽ. സുകുമാരൻ നായരുടെ മകള് കോളേജിലായിരുന്നു, കോളേജ് അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. ഒരുപക്ഷെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ ഏതെങ്കിലും നായർ അപ്രമാദിത്വമുള്ള മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലോ? MLA ആയി, LDF അധികാരത്തിൽ വരുന്നു, മന്ത്രിയായി കൂടുന്നുണ്ടോ? മന്ത്രി ബിന്ദു കൊച്ചമ്മയെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് മാനത്ത് നിന്ന് പൊട്ടി വീണതല്ലേ. അതുപോലെ അത് ഭർത്താവ് പാർട്ടിക്കാരൻ. ഇവിടെയും ഭർത്താവ് അല്ല, അച്ഛൻ ചില്ലറക്കാരനല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. ഇനിയിപ്പം മറ്റു പല ഡീലിങ്സും അതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത്തരത്തില് മകൾക്ക് ഒരു സീറ്റ് വളരെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലത്തിലേക്ക് കൊടുത്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാൽ എന്താ തെറ്റ്? സുകുമാരൻ നായരുടെ മകൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവുമ്പോഴത്തേന് പിന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ നായന്മാർക്കും അപ്പോൾ വലിയ സന്തോഷമാകും. വലിയ നായർ മേധാവിത്വം കേരളത്തിൽ ഉണ്ടാകുകയാണ്, LDF സർക്കാരിൽ വലിയ പ്രാതിനിധ്യം കിട്ടി എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഈ ശബരിമല ഇവിടെ മാതൃഭൂമിയുടെ ലേഖകൻ ചോദിക്കുകയുണ്ടായി, നിരവധി കേസുകളുണ്ടല്ലോ, ഈ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ലല്ലോ. 6000 കേസുകളുണ്ട്, 12000 പ്രതികളുണ്ട്. അവർക്ക് പിന്നെ വിദേശങ്ങളിൽ പോകേണ്ടവരുണ്ട്, ജോലിക്ക് പഠനത്തിന് പോകേണ്ടവർ ഉണ്ട്, പിന്നെ പാസ്പോർട്ട് കിട്ടേണ്ടവരുണ്ട്. ഇതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പം ഈ കേസുകളൊന്നും തന്നെ പിൻവലിക്കാതെയാണ് സർക്കാർ ഇത് ഈ ശബരിമല അയ്യപ്പ സംഘവുമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. അത് പിൻവലിച്ചിട്ട് ഇനി ഞങ്ങളിൽ നിന്ന് ആചാര ലംഘനമില്ല എന്ന് പറഞ്ഞു വന്നിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഇനി 2026 LDF അധികാരത്തിൽ വന്നാൽ എനിക്ക് വിശ്വാസമില്ല ശബരിമലയിലെ ആചാരം ഇവർ ലംഘിക്കും. അവർ ലംഘിക്കാൻ പോകുന്നത് യുവതികളെ കൊണ്ടുവരുമെന്നുള്ളതല്ല. ആചാര ലംഘനം എന്ന് പറയുന്നത് യുവതികളെ കൊണ്ടുവരൽ മാത്രമല്ല, പമ്പ വരെ നോക്കിയ ഇവർ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും. പിൽഗ്രീം ടൂറിസം അല്ല, അല്ലാതുള്ള ടൂറിസമാക്കി മാറ്റുമെന്നുള്ളതാണ്. പിണറായി വിജയൻ അതെല്ലാം വളരെ ഭംഗിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് പിന്നെന്തിനാ ഈ അയ്യപ്പ സംഗമത്തിന് സാധാരണക്കാരായ ഭക്തരാണോ അവിടെ കയറിയിരുന്നത്? വ്യവസായികളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മുമ്പിലെങ്ങാണ്ട കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നുള്ള അയ്യപ്പ ഭക്തർക്കൊന്നും അങ്ങോട്ടേക്ക് പ്രവേശമില്ല. ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതുവഴി ദർശനത്തിന് പോയ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം പിടിച്ചു കയറ്റിയിരുത്തി, എന്നിട്ട് ഭക്ഷണവും കൊടുത്തു. ഭക്ഷണത്തിന് പിന്നെ അല്ലാതെ തന്നെ അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. പമ്പയിലും സന്നിധാനത്തും ഒക്കെ ദേവസ്വം ബോർഡിൻ്റെ അന്നദാന മണ്ഡപമുണ്ട്. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടു പോയ ഒന്നാണ് പമ്പയിൽ നടന്ന അയ്യപ്പ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സുകുമാരൻ നായരുടെ നീക്കം എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടിയാണ്. പക്ഷേ ഈ സുകുമാരൻ നായരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പിണറായി വിജയനെ അടുത്ത തവണ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം വിപരീതമായിട്ട് പ്രവർത്തിക്കും. സുകുമാരൻ നായരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. സുകുമാരൻ നായരെ ഇങ്ങോട്ട് അടുപ്പിച്ച വെള്ളാപ്പള്ളി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്തായാലും പിണറായിയുടെ ഇടവും വലവും നിൽക്കുകയാണ് ഈ 2 താപ്പാനകള്, പെരുന്നേലെ പോപ്പും കണിച്ചുകുളങ്ങര തമ്പുരാനും. അപ്പോൾ ഇവരാണ് ഇനി കേരളത്തെ പിന്നെ പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മൂവരും ത്രിമൂർത്തികളായിട്ട് 2026. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.